നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം പുതിയ അടവ് നയങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 2026 തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടി 2016 നടന്ന കിറ്റ് വിതരണം പോലുള്ള സാധനങ്ങളൊന്നും ഇനി ഫലവത്താകാത്തതിൻ്റെ പേരിൽ പുതിയ ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ഇടതുമുന്നണിക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ജനങ്ങളോട് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കണം. വളരെ ക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടി അവർ പറയുന്നത് കേട്ടിരിക്കണം. കഴിയുമെങ്കിൽ അവരുടെ വീടിനകത്ത് കയറി നിന്ന് വിവരങ്ങൾ ചോദിക്കണം. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കുശലങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പാർട്ടി സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് CPM-ന് ഏറ്റവും കൂടുതൽ വെട്ടിലാഴ്ത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സമുന്നതരായ നേതാക്കൾ അകത്ത് കിടക്കുമ്പോൾ ഒരു പാർട്ടി എന്ന രീതിയിൽ ഒരു തരത്തിലും CPM അവർക്കെതിരെ യാതൊരു തരത്തിലും നടപടികൾ എടുക്കുന്നില്ല. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളെ CPM ഇപ്പോഴും തള്ളിപ്പറയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതിന് കൃത്യമായി തന്നെ പാർട്ടി ഇടങ്ങളിൽ നിന്നും ക്യാപ്സൂളുകൾ പ്രവഹിക്കുന്നുണ്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടും പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തത് എന്നുള്ള ചോദ്യം ഉയരും എന്നുള്ളത് കൃത്യമായി അറിയാം. അതിനും റെഡിമെയ്ഡ് ഉത്തരവുമായി CPM ഇറങ്ങി തിരിച്ചിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ആരോപിക്കപ്പെട്ട ആളുകളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കട്ടെ. അങ്ങനെയാണ് കുറ്റപത്രം പുറത്തു വരുമ്പോൾ ഇവര് തെറ്റുകാരാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ പാർട്ടി തല നടപടിയെടുക്കും എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് പുറത്താക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു കേസ് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ കോൺഗ്രസ് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ശബരിമലയിലെ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും ഉമ്മറവാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി അത് അടിച്ചുമാറ്റി, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചുമാറ്റി എന്നിങ്ങനെയുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത് CPM-ന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും കമ്മീഷണറും CPM-ന്റെ MLA ഒക്കെ ആയിരുന്ന ആളുകൾക്കെതിരെ ഇപ്പോഴും CPM യാതൊരു തരത്തിലും നടപടിയെടുത്തിട്ടില്ല. ആ ആളുകളെല്ലാവരും ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുമ്പോഴും CPM ന്യായീകരണത്തിന്റെ ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ക്യാപ്സൂളുകൾ വെള്ളം തൊടാതെ വിഴുങ്ങണം ജനങ്ങൾ. അവർ വിഴുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീടാന്തരം കയറി ഇറങ്ങി അവരുടെ അണ്ണാക്കിലേക്ക് ആ ക്യാപ്സൂൾ ഇട്ട് കൊടുത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പുറത്തേക്ക് വരാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ സർക്കുലർ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്നാണ് സാധാരണക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് CPM-ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ ഇനിയും കിറ്റ് നൽകി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി നമ്പർ 1 കേരളം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ ഇനിയും കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ 2017 ശബരിമലയിലെ സ്വർണ്ണ കൊടിമരം മാറ്റി പുനഃസ്ഥാപിച്ചപ്പോൾ അതിന് മുകളിലുണ്ടായിരുന്ന ശബരിമല ശാസ്താവിന്റെ വാഹനമായ വാജിവാഹനത്തിന്റെ പഞ്ചലോഹത്തിൽ തീർത്ത സ്വർണം പൊതിഞ്ഞ കുതിരയുടെ പ്രതിമ സ്വർണ്ണക്കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ആ പ്രതിമ എവിടെയാണ്? അത് തന്ത്രി കണ്ഠരരുടെ വീട്ടിൽ നിന്നും SIT കണ്ടെടുത്തു. തന്ത്രി കണ്ഠരര് ഈ പ്രതിമ കൊണ്ടുപോയത് അന്ന് കോൺഗ്രസ് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അജിത് തറയിൽ ഉൾപ്പെടെയുള്ള ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എല്ലാം ചേർന്നാണ് അത്തരത്തിലൊരു കൊള്ള നടത്തുവാൻ വേണ്ടി തന്ത്രിക്ക് കൂട്ടുനിന്നത് എന്നൊരു ചിത്രമാണ് ഇപ്പോൾ CPM പ്രചരിപ്പിക്കുന്നത്. കമ്മ്യൂണിസവും മാർക്സിസവും അല്ലാതെ മറ്റൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഈശ്വര വിശ്വാസം എന്താണെന്നറിയാത്ത, ഭക്തി എന്തെന്നറിയാത്ത, ക്ഷേത്രാചാരങ്ങൾ എന്തെന്നറിയാത്ത, ക്ഷേത്ര തന്ത്ര സമുച്ചയത്തെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു വില കുറഞ്ഞ ജൽപ്പനം മാത്രമാണ് CPM-ന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വാജിവാഹനവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ കള്ളപ്രചരണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്ത്രി സമാജവും വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമലയിൽ 2017 സ്വർണ്ണ കൊടിമരം പുതിയതായി സ്ഥാപിക്കുമ്പോൾ, പുനർനിർമ്മിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന കൊടിമരം അഴിച്ചുമാറ്റുകയും അതിന് മുകളിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രാചാര പ്രകാരം തന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കൊടിമരത്തിന് മുകളിൽ വാജിവാഹനം അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദേവതയുടെ വാഹനം അതാത് ക്ഷേത്രങ്ങളിലെ കൊടിമരത്തിൽ സ്ഥാപിക്കുക പതിവാണ്. പിന്നീട് കൊടിമരം പുനഃസ്ഥാപിക്കുമ്പോൾ
അതിന് മുകളിലുണ്ടായിരുന്ന വാഹനം മരത്തിലാണ് തീർത്തിരുന്നെങ്കിൽ അത് അഗ്നിക്ക് കൊടുത്ത് ദഹിപ്പിക്കുന്നു. അല്ല, അത് ശിലയിലാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, കല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അത് ജലാധിവാസം ചെയ്യുന്നു, ഒഴുക്കുള്ള വെള്ളത്തിൽ മുക്കി കളയുന്നു. അല്ല, ലോഹത്തിലാണ് അത് തീർത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് തന്ത്രിയുടെ കൈവശം സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. ഇങ്ങനെയാണ് തന്ത്ര സമുച്ചയത്തിൽ ഇത് പറയുന്നത്. താന്ത്രിക ആചാരാനുഷ്ഠാന പ്രകാരം ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് കൊടിമരം മാറ്റി സ്ഥാപിക്കുന്ന അവസരത്തിൽ കൊടിമരം അഴിക്കുമ്പോൾ അവിടെ തടിച്ചുകൂടിയ ഭക്തജനങ്ങളുടെയും പുരുഷാർത്ഥത്തിൻ്റെയും നടുവിൽ വെച്ച്, മാധ്യമങ്ങളുടെ നടുവിൽ വെച്ച് തന്നെയാണ് ഇത് തന്ത്രിയുടെ കയ്യിൽ പട്ടാപ്പകൽ കൈമാറുന്നത്. അല്ലാതെ ശബരിമല നടയടച്ചിരിക്കുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ളയ്ക്ക് എൻ വാസുവും പത്മകുമാറും ശങ്കർദാസും വിജയകുമാറും അടങ്ങുന്ന സംഘമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അഴിച്ചു കൊടുത്തതുപോലെ, ഉമ്മറക്കട്ടിള പടിവാതിൽ അഴിച്ചു കൊടുത്തതുപോലെ ശബരിമല ദേവസ്വം രേഖകളിൽ ചെമ്പ് പാളികൾ എന്ന് കൃത്രിമമായി എഴുതി വെച്ച് ഒപ്പിട്ടിട്ടല്ല ഇത് ചെയ്തത്. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഭക്തന്മാരുടെയും ഇടയിൽ വെച്ച് സ്വർണ്ണ കൊടിമരം അഴിച്ച് മാറ്റുന്ന സന്ദർഭത്തിൽ തന്ത്രിയുടെ കൈവശം ആചാരാനുഷ്ഠാന വിധി പ്രകാരം വാജിവാഹനം ഏൽപ്പിക്കുകയായിരുന്നു. അത് തന്ത്രി തൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വാജിവാഹനത്തെക്കുറിച്ചൊരു വാർത്ത പറഞ്ഞപ്പോൾ തന്ത്രി പറയുകയും ചെയ്തു, ഇതെൻ്റെ കൈവശം ഇരിക്കുന്നുണ്ട്, അന്ന് ആചാരപ്രകാരം പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ എന്നെ ഏൽപ്പിച്ചതാണ്, അത് വിവാദമാകുകയാണെങ്കിൽ തീർച്ചയായും തിരിച്ചു തരാൻ താൻ തയ്യാറാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 2025 തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് CPM നിന്നും നൽകിയ നിർദ്ദേശം ഇതായിരുന്നു: ഇപ്പോൾ തന്ത്രിയുടെ കയ്യിൽ നിന്നും വാജിവാഹനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM അടപടലം പെട്ടു നിൽക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ വാജിവാഹനം ആചാരാനുഷ്ഠാന പ്രകാരം തന്നെയാണ് തന്ത്രിയുടെ കൈവശം കൊടുത്തിരുത്തുന്നതെങ്കിൽ തന്ത്രി അതിപ്പോൾ തിരിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട. കാരണം തന്ത്രിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ തന്ത്രിയെ കൊടുക്കാൻ ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ഉദ്ദേശത്തിന്റെ ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് അന്നത്തെ തിരുവിതാംകൂർ പ്രസിഡന്റ് ആയിരുന്ന 2025 തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ PS പ്രശാന്തനോട് CPM അധികൃതർ പറഞ്ഞതും. അതുകൊണ്ട് തന്നെ തന്ത്രി തിരിച്ചു കൊടുക്കാൻ തയ്യാറായ വാജിവാഹനം അവർ വാങ്ങിക്കാതെ ഇപ്പോൾ അത് വിവാദമാക്കുന്നു. SIT പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. തന്ത്രി കണ്ഠരരുടെ വീട്ടിൽ നിന്നും വാജിവാഹനം കണ്ടെടുത്ത് തൊണ്ടി മുതൽ എന്ന രീതിയിൽ കടത്തിക്കൊണ്ടുപോകുന്നു. എന്നാൽ ശബരിമലയിലെ വാജിവാഹനം കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പരാതി SITയുടെ മുന്നിൽ എത്തിയിട്ടില്ല. പരാതി കിട്ടാത്ത തന്നെ എന്തുകൊണ്ടാണ് പിന്നെ SIT തൊണ്ടി മുതൽ എന്ന രീതിയിൽ വാജിവാഹനം അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ടുപോയി എന്ന് കേസ് കൊടുത്തിട്ടും അങ്ങനെ ഒരു പരാതി ഉയർന്നിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഹൈക്കമ്മീഷണർ തന്നെയാണ് ഇത്തരം പരാതി കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT തന്നെ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നുള്ളത് ഇതുവരെയും അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല. അതുപോലെ ശബരിമലയിലെ ഉമ്മറക്കട്ടിളപ്പടിയും ഉമ്മറബാതിലും കടത്തിക്കൊണ്ടു പോയിട്ട് അതും എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. ആ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്ത SIT ഇപ്പോൾ ഒരു കേസും വാജിവാഹനം കാണാനില്ല എന്ന് പറഞ്ഞ ആരും കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കാത്ത വാജിവാഹനം ആചാരാനുഷ്ഠാന പ്രകാരം തന്ത്രിയുടെ വീട്ടിലിരുന്ന് ആ വാജിവാഹനം കേസില്ലാതിരുന്നിട്ട് പോലും തന്ത്രിയുടെ വീട്ട് റെയ്ഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ അത് തൊണ്ടി മുതലാണ് എന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് SIT അത് കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു, തൊണ്ടി മുതലായി സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെയാണ് പിണറായി വിജയന്റെയും CPM ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടത്. എന്നിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും തലയൂരുന്നതിന് വേണ്ടി ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സ്വർണ്ണക്കൊള്ളയുടെയും ഉത്തരവാദിത്തം തങ്ങളിൽ നിന്നും മാറ്റിവെക്കുന്നതിന് വേണ്ടി വാജിവാഹനം കടത്തിക്കൊണ്ടുപോയ തന്ത്രിയുടെ മുകളിൽ, തന്ത്രിയുടെ തലയിൽ ഇതെല്ലാം കെട്ടിയേൽപ്പിച്ച് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് ദേവസ്വം പ്രസിഡന്റിന്റെയും കോൺഗ്രസ് ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എടുത്ത തീരുമാനമാണ് തന്ത്രിയുടെ കയ്യിൽ വാജിവാഹനം കൊടുത്തയച്ചത് എന്ന് പരക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി പിണറായി വിജയനും CPM നടത്തുന്ന ഈ ഗൂഢതന്ത്രം ജനങ്ങൾ തിരിച്ചറിയും. ഇതുകൊണ്ടൊന്നും വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും CPM രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് വിശ്വാസി സമൂഹം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് CPM പിണറായി വിജയനെതിരെയും പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കേസിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.